ആർത്തലച്ചു പെയ്യുന്ന മഴയുള്ള ഒരു ജൂൺ മാസം. ഞാനും കുടുംബവും ആശുപത്രി വരാന്തയിൽ സ്വപ്നമേത് യാഥാർത്ഥ്യമേത് എന്നറിയാതെ പതറി നിൽക്കുന്ന സമയം. 2020 കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലാണ് ഞാൻ വിവാഹിതനാകുന്നത്. മറ്റ് ബാഹ്യ ആവശ്യങ്ങൾക്കുപരി ഒരു കുഞ്ഞിനായിരുന്നു ഞങ്ങൾ ഒരേ മനസ്സോടെ പ്രാധാന്യം നൽകിയത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, പക്ഷേ അന്തിമ തീരുമാനം കർത്താവിൻ്റേതത്രേ. 1.5 വർഷത്തിന് ശേഷം ഭാര്യ ഗർഭിണിയായി. മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അതീവ സന്തോഷത്തോടെ ആനന്ദിച്ച് നടന്നു ഞങ്ങളും. 7-ാം മാസത്തെ ചെക്കപ്പിന് ആശുപത്രിയിലെത്തിയതായിരുന്നു ഞങ്ങൾ. പൊക്കിൾക്കൊടി ചുറ്റി ചലനമില്ലാതെ കിടക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് ഗ്രഹിക്കാൻ നന്നേ പാടുപെട്ടു. ലേബർ റൂമിൽ നിന്നും കുഞ്ഞിനെ കൈകളിൽ ഏറ്റുവാങ്ങുന്നത് സ്വപ്നം കണ്ട് നടന്ന എനിക്ക് ചലനമില്ലാതെ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നോ എന്തു ചെയ്യണം എന്നറിയാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എന്ത് പറഞ്ഞ് ഭാര്യയെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ ഞാൻ അവളെ ഒന്ന് തലോടി. പറയാൻ വാക്കുകളില്ലാതെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞ രംഗം ഓർക്കുമ്പോൾ തന്നെ ഹൃദയമിടിപ്പ് കൂടുന്നു. ശാരീരികമായും മാനസികമായും തളർന്ന ദിവസങ്ങൾ. നിരാശ എന്ന വാക്ക് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന എനിക്ക് അതിൻ്റെ വ്യാപ്തിയും ആഴവും മനസ്സിലായി. 1-2 മാസത്തോളം അതീവ ദുഃഖിതരായിരുന്നു ഞങ്ങൾ. പരസ്പരം കരഞ്ഞും പറഞ്ഞും എഴുതിയും സ്വയം ഞങ്ങൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. പുതിയ ഒരു ജോലിക്ക് ഭാര്യയെ അയക്കുന്നത് അപ്പോഴാണ്. ശാരീരിക മാനസിക വെല്ലുവിളികളുള്ള കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഇടയിൽ അവൾ പ്രവർത്തിച്ചു. ജോലിക്ക് പോയതും പുതിയ വ്യക്തികളെയും അവരുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കാനായതും ഒരു പരിധിവരെ അവൾക്ക് ആശ്വാസം നൽകി. ഒഴിവു ദിവസങ്ങളിൽ ഞങ്ങൾ ബന്ധുക്കളുടെ ഭവനം സന്ദർശിച്ച് അവിടെ താമസിക്കുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുകാരാവുകയും ചെയ്തു. ഉണങ്ങാത്ത മുറിവിൽ ഉറുമ്പരിക്കുന്ന അവസ്ഥ എന്ന പോലെ നിരാശ പിടിച്ചു തളർന്ന മനസ്സാണ് ആ ഉറുമ്പെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിന് പുതുമയും കുളിരുമേകാനായി വണ്ടർലായിലേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. ആദ്യമൊക്കെ പേടിച്ച് മടിച്ചു നിന്നെങ്കിലും പതുക്കെ പതുക്കെ ഓരോ റൈഡിലും ഞങ്ങൾ ആവേശപൂർവ്വം കയറി. ജീവിതത്തെ പുതുമയോടെ വീക്ഷിക്കാൻ ഇത് ഞങ്ങളെ സഹായിച്ചു. ഭയക്കുന്ന മടിയുള്ള കാര്യങ്ങൾ തിരഞ്ഞുപിടിച്ച് അത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. ദൂരയാത്രകൾ ചെയ്യാൻ തീരുമാനിച്ചു. യാത്രയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഭാര്യയെ തന്നെ നിയോഗിച്ചു. തനിയെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ഹോട്ടൽ ബുക്കിംഗ് നടത്താൻ, റെൻ്റൽ കാർ എടുക്കാൻ എന്നിങ്ങനെ ഗോവ, ഹൈദരാബാദ്, മൂന്നാർ, ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി, കോവളം എന്നീ സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. അവസാനം ഞങ്ങൾ പോയത് വിമാനത്തിലാണ്. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്തും ചെയ്യാനുള്ളൊരു ഊർജം വരുന്ന പോലെ. സർവ്വചരാചരങ്ങളെയും പ്രകൃതിയെയും സൃഷ്ടിച്ച നല്ല തമ്പുരാൻ മനുഷ്യ മനസ്സിന് സാന്ത്വനം ലഭിക്കാൻ പ്രകൃതിയിലേക്ക് കണ്ണുതിരിക്കാനും അത് ആസ്വദിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കി. ഇടവകയുടെ ചില ചുമതല ഞാൻ ഏറ്റെടുക്കുകയും ഭാര്യയെ അതിൽ പങ്കാളിയാക്കുകയും ചെയ്തു. ഓണത്തിനും യൂണിറ്റ് വാർഷികത്തിനും വ്യത്യസ്ത മത്സരങ്ങൾ ആലോചിച്ച് കണ്ടെത്തി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പതിയെ പതിയെ ഇടവകയിലെ ആളുകൾ അവളെ തിരിച്ചറിയാൻ തുടങ്ങി. അതൊക്കെ ഓർക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിറവി തിരുനാളിൽ യൗസേപിതാവും മാതാവുമായി 2 തവണ വേഷമിട്ടപ്പോൾ ഈ ഉണ്ണീശോയെ ഞങ്ങൾക്കും കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളെപ്പോലെ ഗർഭസ്ഥ ശിശുക്കളെ നഷ്ടപ്പെട്ട ദമ്പതികളെ മനസ്സിലാക്കാനും ഞങ്ങളാൽ സാധിക്കും വിധം അവരെ ആശ്വസിപ്പിക്കാനും നല്ല തമ്പുരാൻ ഞങ്ങളെ നിയോഗിച്ചു. മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മ നമ്മെ തളർത്തുകയല്ല, മറിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കണം. യാത്രകൾ, വ്യത്യസ്ത ചുമതലകൾ, പുതിയ ആളുകൾ ഇവയൊക്കെ മനസ്സിനെ ഉന്മേഷമുളവാക്കുന്നവയാണ്. എന്തിനും താങ്ങായ എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും അവർ നടത്തിയ ഇടപെടലുകളും നൽകിയ നിർദ്ദേശങ്ങളും അന്നും ഇന്നും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ആദ്യ കൺമണിയെ നഷ്ടമായിട്ട് ഇന്നേക്ക് 4 വർഷമാകുന്നു. ഒരു കുഞ്ഞിനെ തരാനായി ഞാൻ പ്രാർത്ഥിച്ചില്ല. അങ്ങയുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ അങ്ങ് തന്നെ ഞങ്ങളെ ഒരുക്കണമേ എന്ന പ്രാർത്ഥന മാത്രം. അന്ത്യവിധിയിൽ സകല ദൈവദൂതന്മാരോട് കൂടെ ആഗതനാകുന്ന കർത്താവിൻ്റെ ചിത്രം ചിലപ്പോൾ പേടി തോന്നാം. പക്ഷേ എനിക്കത് സന്തോഷമാണ്, പ്രത്യാശയാണ്. സകലത്തിൻ്റെയും അധിപനായ കർത്താവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ആദ്യ കൺമണി ഒരു മാലാഖ കുഞ്ഞായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ ജനിച്ചു വീഴാതെ ദൈവം തിരിച്ചു വിളിച്ച മാലാഖ കുഞ്ഞെ, ഞങ്ങൾ ഇന്ന് നിന്റെ വേർപാടിനെ ഓർത്ത് ആകുലരാകുന്നില്ല. ദൈവത്തിൽ നീ മഹത്വം പ്രാപിച്ചുവല്ലോ. ഒരു മാലാഖ കുഞ്ഞിന് ജന്മം നൽകാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവിക പദ്ധതിയെ നന്ദിയോടെ ഞാൻ തിരിച്ചറിയുന്നു. സ്വർഗത്തിൽ ഞങ്ങളുടെ കുഞ്ഞുമാലാഖ ദൈവത്തോട് ശുപാർശ ചെയ്തിട്ടാകാം 2025 മഴയുള്ള അതേ ജൂൺ മാസം തന്നെ മാലാഖയുടെ മുഖമുള്ള ഒരു കുഞ്ഞുണ്ണീശോയെ നടുക്കുകിടത്തി ഞാനും ഭാര്യയും കളിപ്പിക്കുന്നതും പഴയ ഓർമ്മകളുടെ ഈ ചെപ്പ് തുറന്നതും. ഇനിയും മനസ്സിലാകാത്ത, മനുഷ്യ മനസ്സിന് ചിന്തിക്കാനാവാത്ത ദൈവിക പദ്ധതികൾക്ക് പാത്രമാകുവാൻ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു.